കുറച്ച് ദിവസമായിട്ട് നല്ല റിവ്യൂ അയക്കുന്ന ഒരു പടമായിരുന്നു സൂ ഫ്രം സോ. കുറച്ചധികം ചിരിക്കാനുണ്ട് എന്നൊക്കെ കേട്ടപ്പോൾ എന്തായാലും ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്ന് പോയി കണ്ടു. എനിക്കിഷ്ടമായിട്ടോ. അങ്ങനെ വാവ് എന്ന് പറയാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഫിലിമൊന്നുമല്ല, പക്ഷെ ഒരു നാട്ടിൻപുറം, കുറേ നിഷ്കളങ്കരായ ആൾക്കാർ, അപ്പോൾ അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥയാണ്. ചിരിക്കാനുണ്ടോയെന്ന് വെച്ചാൽ എനിക്കൊക്കെ ശരിക്കും ചിരി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ റോയിലുള്ള ആൾക്കാർ, തൊട്ട് പിറകിലുള്ള ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മുന്നോട്ടേക്കുള്ള ആൾക്കാരൊന്നും അത്രയ്ക്കങ്ങ് ചിരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് തോന്നി എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന തമാശയൊന്നും ആയിരിക്കില്ല എന്ന്. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കിഷ്ടമായി കേട്ടോ. ഒരു ഫീൽ ഗുഡ് മൂവി, തിങ്കളാഴ്ച നിശ്ചയമൊക്കെ കണ്ടിട്ടുണ്ടോ? അതുപോലെ ആ ഒരു കാറ്റഗറിയിലൊക്കെ പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. എന്നെ സംബന്ധിച്ചോളം ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ അത് ആ സിനിമ നമുക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറിനൊക്കെ അല്ലേ പോകുന്നത്. ചില സിനിമയൊക്കെ ഭയങ്കര ഗ്രൂസമായിരിക്കും. ഒരുപാട് ബഡ്ജറ്റിലൊന്നും ചെയ്ത മൂവിയല്ല, ഒരു ചെറിയൊരു മൂവി. പിന്നെ കന്നഡ മൂവിയാണ്, അത് മലയാളം ഡബ്ഡാണ്. പക്ഷെ അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്, ഡബ്ബിങ്ങിൻ്റെതായ. പക്ഷെ അതല്ലാതെ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, നല്ലൊരു ചില സംഗതികളൊക്കെ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ. ഒരു ഭയങ്കര ഇവന്റ് ഫുൾ ആയിട്ടുള്ള സംഗതി ഒന്നുമില്ല, ഒരു കുഞ്ഞു സംഗതി, ചെറിയ അതെ 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 അതെ. നമ്മൾ പോയപ്പോൾ തിയേറ്റർ ഓൾമോസ്റ്റ് എന്താ പറയാ എം ടി ആയിരുന്നല്ലോ. ചിലപ്പോ സീറ്റ് ഒന്നും കിട്ടില്ല എന്നാ വിചാരിച്ചത്. ഞാൻ പ്രതീക്ഷിച്ചത്ര ആൾക്കാര് ഉണ്ടായിരുന്നില്ല. അല്ല, ആളുകളൊക്കെ അറിഞ്ഞിങ്ങനെ വരുന്നിട്ട് ആളുകളൊക്കെ ഇപ്പൊ പോകുന്നുണ്ട്. പിന്നെ ചിലതൊക്കെ ഒത്തിരി എന്താ പറയാ, അത്ര റിയലിസ്റ്റിക് അല്ലാതെ തോന്നുന്നുണ്ടെങ്കിലും ചളി കോമഡി ഒന്നല്ല, എന്തൊരു ചളിയാ തോന്നുന്ന ആ ഒരു രീതിയിലുള്ള ചളി സിനിമയൊന്നല്ല. കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് ശരിക്കും മനസ്സൊന്ന് ഹാപ്പി ആവുന്ന ഒരു മൂവി. അങ്ങനെ ഈ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ, മണ്ട ഉറക്കം ജംഷാണ് ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണ നമ്മൾ പല മൂവീസും ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടൊക്കെ തോന്നും കോമഡി. ഇത് അങ്ങനെ ഒന്നല്ല, ഇത് ഭയങ്കര സിറ്റുവേഷണൽ ആയിട്ടാണ്. നമുക്ക് അതങ്ങനെ ഒരു കണ്ട് പഴകിയ കോമഡി ഒന്നുമല്ല, എല്ലാം ഫ്രഷ് ആയിട്ടുള്ള രസമുള്ള സിറ്റുവേഷണൽ ആയിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അവർ. ഭയങ്കര ഒരു ചെറിയ ത്രെഡാണ് അത് അവർ ഇത്ര രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ലൊക്കേഷനൊക്കെ ആണെങ്കിലും നമുക്ക് കേരളം പോലെ, അതെ അതെ, നമ്മൾ ബോർഡർ ടൗൺ ആണല്ലോ. അപ്പൊ തന്നെ നമ്മുടെ നാടുമായിട്ട് കുറെ റിലേറ്റ് ആവുന്ന കുറെ സംഗതികളുണ്ടായിരുന്നു. മൂവി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്ക് എന്താ ഒരു ലൈറ്റ് ആയിരുന്നു, ഫ്രീ ആയി. മറ്റേത് അന്ന് തുടരൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ആ എന്തിനായിരുന്നു കേറിയെന്ന് തോന്നിപ്പോയി. തുടരിന്റെ ഹാങ് ഓവർ എനിക്ക് ഏകദേശം ഒരു 1-2 ആഴ്ചയോളം ഉണ്ടായിരുന്നു. അപ്പൊ ഈ മൂവി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കല്ലേ.